അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഞ്ചതന്ത്ര കഥകളിൽപ്പെട്ട ബുദ്ധിമാനായ ഹംസം എന്ന കഥയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അഖിൽമന്ദ് ഹംസ്. അപ്പോൾ അതിൻ്റെ ഷോട്ട് വളരെ ചുരുക്കിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു കാടിൻ്റെ നടുവിൽ ഒരു ഉയരമുള്ള മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ കുറേ ഹംസങ്ങൾ താമസിച്ചിരുന്നു. ആ ഹംസങ്ങൾ എല്ലാ രീതിയിലും ആ മരത്തിൻ്റെ മുകളിൽ സുരക്ഷിതരായിട്ടാണ് ജീവിച്ചിരുന്നത്. ആ ഹംസങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബുദ്ധിമാനും വൃദ്ധനുമായ ഒരു ഹംസവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വൃദ്ധനുമായ ആ ഹംസം ഈ മരത്തിൻ്റെ ചുവട്ടിൽ വേരിനോട് ചേർന്ന് ഒരു ചെറിയ വള്ളിച്ചെടി മുളച്ചു വരുന്നത് കാണുകയാണ്. ആ സമയത്ത് ബുദ്ധിമാനും വൃദ്ധനുമായ ഹംസം ബാക്കിയുള്ള ഹംസങ്ങളോട് പറഞ്ഞു, അതിനെ വേഗം നശിപ്പിക്കണം, ആ മുളച്ചു വരുന്ന വള്ളിച്ചെടിയെ വേഗം നശിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഹംസങ്ങൾ, ഞങ്ങൾ എന്തിനാ അതിനെ നശിപ്പിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ അതിപ്പോൾ ചെറുതാണ്, പക്ഷേ അത് ഭാവിയിൽ അത് വളർന്ന് നമ്മുടെ മരത്തിലേക്ക് പടർന്നു കയറും. മാത്രമല്ല അത് നല്ല ബലവും ഉറപ്പുള്ളതുമായിട്ട് മാറും. അപ്പോൾ പിന്നെ ഏതെങ്കിലും ആളുകൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഈ വള്ളിയിൽ പിടിച്ചിട്ട് ഈ മരത്തിൻ്റെ മുകളിലേക്ക് വരാനും, അപ്പോൾ ഒരു വേട്ടക്കാരനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചു കൊണ്ടാകാനും കൊല്ലാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ, ഇത് ചെറുതാണല്ലോ, ചെറുതാകുന്ന സമയത്ത് നമുക്കതിനെ പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയും, മുളയിലേ നുള്ളാൻ കഴിയും. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിന് ബലമൊക്കെ കൂടും. അപ്പോൾ നിങ്ങൾക്കതിന് ഇതിനെ നശിപ്പിക്കാൻ സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ വള്ളിച്ചെടിയെ നശിപ്പിക്കണം എന്ന് ബുദ്ധിമാനായ ഹംസം പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ഹംസങ്ങൾ അത് സ്വീകരിച്ചില്ല. അത് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോയി. അതിനുശേഷം ബാക്കിയുള്ള ഹംസങ്ങൾ ഈ വള്ളിയെക്കുറിച്ച് മറന്നു. ആ വള്ളി അങ്ങനെ വളർന്ന് ആ മരത്തിലേക്ക് പടർന്നു കയറി അത് കൂടുതൽ ബലമുള്ളതുമായി. അങ്ങനെ വളരെ ശക്തിയുള്ള ഒരു വള്ളിയായിട്ട് മാറി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ വഴി വന്നു. അപ്പോൾ അയാൾ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ പക്ഷികളൊക്കെ, ഹംസങ്ങളൊക്കെ രാവിലെ തന്നെ ഭക്ഷണം തേടിയിട്ട് മരത്തിൽ നിന്നും വേറെ അങ്ങോട്ടൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ വേട്ടക്കാരൻ വന്നത്. വേട്ടക്കാരൻ മനസ്സിലാക്കി ഇതാണ് ആ ഹംസങ്ങൾ താമസിക്കുന്ന മരം, ഇതാണെന്ന് മനസ്സിലാക്കി വേട്ടക്കാരൻ ആ വള്ളിയിലൂടെ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ വല വിരിച്ചു. വൈകുന്നേരം പക്ഷികൾ, അതായത് ഹംസങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ അവർ വേട്ടക്കാരൻ വല വിരിച്ചത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വലയിൽ കുടുങ്ങി. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ കരഞ്ഞു. ആ സമയത്ത് ഹംസങ്ങളോട് ബുദ്ധിമാനായ ഹംസം പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ ആ വള്ളി മുറിച്ചിടാൻ, നിങ്ങളതൊന്ന് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഹംസങ്ങളൊക്കെ അന്ന് ആ വള്ളി മുറിച്ചിടാത്തതിൽ ഖേദിക്കുകയും ആ വൃദ്ധനും ബുദ്ധിമാനുമായ ഹംസം പറഞ്ഞത് അനുസരിക്കാത്തതിൽ ഖേദിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിട്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ, ഈ വലയിൽ കുടുങ്ങിയ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബുദ്ധിമാനും വൃദ്ധനുമായ ഹംസം പറഞ്ഞു കൊടുത്തു, നാളെ രാവിലെ വേട്ടക്കാരൻ വരും. അപ്പോൾ വേട്ടക്കാരൻ വന്നിട്ട് മരത്തിൽ കയറും. അപ്പോൾ മരത്തിൽ കയറുന്ന സമയത്ത് നമ്മൾ മരിച്ചതുപോലെ, നിങ്ങളൊക്കെ ജീവനില്ലാത്തതുപോലെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ജീവനില്ലാത്തതായതുകൊണ്ട് വേട്ടക്കാരൻ എല്ലാവരും ചത്തിട്ടുണ്ടെന്ന് കരുതി ഓരോ പക്ഷികളെയും എടുത്ത് നിലത്തേക്ക് ഇങ്ങനെ ഇടും. കാരണം പറക്കൂലെന്ന് ഉറപ്പാണല്ലോ. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിലത്തേക്ക് ഇടും. ജീവനുള്ളവയാണെങ്കിൽ നേരെ കൂട്ടിലേക്കാണ് ഇടുക. അപ്പോൾ ചത്തതുപോലെ കിടക്കുകയാണെങ്കിൽ നേരെ നിലത്തേക്കാണ് ഇടുക. അപ്പോൾ നിലത്തേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഴും. അങ്ങനെ അവസാനത്തെ വലയിൽ നിന്നും ആ വേട്ടക്കാരൻ അവസാനത്തെ പക്ഷിയെ കൂടി നിലത്തേക്ക് ഇടുമ്പോൾ അതോടുകൂടെ എല്ലാവരും എഴുന്നേറ്റ് പറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നായി. അടുത്ത ദിവസം രാവിലെ വേട്ടക്കാരൻ വന്നു. അയാൾ വന്ന് നോക്കിയപ്പോൾ മരക്കൊമ്പിൽ പക്ഷികളൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ പക്ഷികളൊക്കെ ചത്ത് കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം പക്ഷികളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ മരിച്ച പോലെ ഇങ്ങനെ കിടക്കായിരുന്നു. ഈ വേട്ടക്കാരൻ മരത്തിൽ കയറി പക്ഷികളെ ഓരോന്നായിട്ട് താഴേക്കിട്ടു. അങ്ങനെ ഇട്ടപ്പോഴും എല്ലാവരും ഇങ്ങനെ അനങ്ങാതെ ശവമായിട്ട് തന്നെ ഇങ്ങനെ കിടന്നു, ശവത്തിനെ പോലെ കിടന്നു. അവസാനത്തെ പക്ഷിയെ കൂടി താഴേക്കിട്ടപ്പോൾ, താഴെ എത്തിയെന്ന് ഉറപ്പായപ്പോൾ എല്ലാ പക്ഷികളും ഒരുമിച്ച് ചിറകടിച്ച് പറന്നു പോയി. താഴെ
എല്ലാ പക്ഷികളെയും താഴെ ഇട്ടിട്ട് മരത്തിന് താഴേക്ക് വന്ന വേട്ടക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ പക്ഷികളുടെ ആ പ്ലാന് കണ്ടിട്ട്, അവർ രക്ഷപ്പെട്ട വഴി, അവരുടെ ആ തന്ത്രം കണ്ടിട്ട് ഈ വേട്ടക്കാരൻ പോലും വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോയി. ഇത്രയുമാണ് കഥ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ചോദ്യോത്തര ഭാഗങ്ങളിലേക്കൊക്കെ കടക്കണം. 1. പഠിയേ ഔർ സമझिए. പഠിയേ ഔർ സമझिए. വായിച്ചാലും മനസ്സിലാക്കിയാലും. അപ്പോൾ കുറേ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പര്യായ പദങ്ങളാണ് ഇപ്പുറത്ത് തന്നിട്ടുള്ളത്. അർത്ഥമാണ് ഉറുദു അർത്ഥമാണ് ഇപ്പുറത്ത് തന്നിട്ടുള്ളത്. ഷാഖേം എന്ന് പറഞ്ഞാൽ ഷാഖ് കി ജംഅ ഡാലിയാം. ഷാഖേം എന്ന് പറഞ്ഞാൽ ചില്ലകൾ. ചില്ലയല്ല, കൊമ്പ് കേട്ടോ, കൊമ്പ്. മരക്കൊമ്പിനാണ് ഷാഖ എന്ന് പറയും. അപ്പോൾ മരക്കൊമ്പ്. അപ്പോൾ ഷാഖ് കി ജംഅ, ഷാഖ് എന്നുള്ളതിൻ്റെ ജംഅാണ് ഷാഖേം. ഡാലിയാം, ഡാലിയാം എന്ന് പറഞ്ഞാലും കൊമ്പുകൾ എന്നർത്ഥം. മരക്കൊമ്പ് കേട്ടോ, മരക്കൊമ്പാണ്. ഇനി അടുത്ത് മഹ്ഫൂസ് ജിസ്കി ഹിഫാസത്ത് കി ഗയി ഹോ. മഹ്ഫൂസ് എന്ന് പറഞ്ഞാൽ ആരുടെയാണോ ആരാണോ സംരക്ഷിക്കപ്പെട്ടത് അവനാണ് മഹ്ഫൂസ്. ജിസ്കി ഹിഫാസത്ത് കി ഗയി ഹോ, ആരാണോ സംരക്ഷിക്കപ്പെട്ടത് അയാൾ മഹ്ഫൂസ്. ഇനി റഫ്ത റഫ്ത. റഫ്ത റഫ്ത എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ. റഫ്ത റഫ്ത ധീരെ ധീരെ, മെല്ലെ മെല്ലെ. ഇനി ഖൈർ. ഖൈർ എന്ന് പറഞ്ഞാൽ അച്ച, നല്ലത്, നല്ലത്. ഖൈർ, അച്ച. മസ്ബൂത്ത് തർ. മസ്ബൂത്ത് തർ എന്ന് പറഞ്ഞാൽ ജ്യാദാ മസ്ബൂത്ത്. മസ്ബൂത്ത് പറഞ്ഞാൽ ബലം എന്നാണ്, ഉറപ്പ്. അപ്പോൾ മസ്ബൂത്ത് തർ എന്ന് പറഞ്ഞാൽ ജ്യാദാ മസ്ബൂത്ത്, കൂടുതൽ ഉറപ്പ്, കൂടുതൽ ഉറപ്പുള്ളതായി മാറും, ബലമുള്ളതായി മാറും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ വള്ളിയെക്കുറിച്ച് പറഞ്ഞിടത്താണ് പറഞ്ഞത്. അപ്പോൾ ജ്യാദാത്തർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉറപ്പ് എന്നാണ് അർത്ഥം, ജ്യാദാ മസ്ബൂത്ത്. ഇനി ഹമാഖത്ത്. ഹമാഖത്ത് എന്ന് പറഞ്ഞാൽ ബേവഖൂഫി, വിഡ്ഢിത്തം. ഹമാഖത്ത് ബേവഖൂഫി, വിഡ്ഢിത്തം. ഇനി ഖുദാര. ഖുദാര, ഖുദാര എന്ന് പറഞ്ഞാൽ ഖുദാ കെ ലിയേ, ദൈവത്തിന് വേണ്ടി, അതായത് ദൈവത്തെ വിചാരിച്ച് എന്നുള്ളതിനുള്ള ഒരു പ്രയോഗമാണ് ഖുദാര. ഖുദാര എന്ന് പറഞ്ഞാൽ ഖുദാ കെ ലിയേ, ഖുദാ കെ ലിയേ, ദൈവത്തിന് വേണ്ടി. ദം സാധന. ദം സാധന. ദം സാധന എന്ന് പറഞ്ഞത് നമ്മൾ എവിടെയാണ്? അവരാ ലാസ്റ്റ് പ്ലാൻ ചെയ്തല്ലോ മരിച്ച പോലെ കിടക്കാൻ. ആ ഭാഗത്താണ് നമ്മൾ ദം സാധന എന്ന് പറഞ്ഞത്. ദം സാധന എന്ന് പറഞ്ഞാൽ സാൻസ് രോക്ലേന, ശ്വാസം നിലക്കുക, ശ്വാസം വിടാതിരിക്കുക, ശ്വാസം പിടിച്ചു വെക്കുക, ശ്വാസം പുറത്ത് വിടാതിരിക്കുക. ഹർക്കത്ത് നലേന. ഹർക്കത്ത് നലേന എന്ന് പറഞ്ഞാൽ ചലിക്കാതിരിക്കുക. ദം സാധന എന്ന് പറഞ്ഞാലേ അനങ്ങാതെ ചത്ത പോലെ കിടക്കുക എന്നാണ് അതിൻ്റെ ഒറ്റ രീതിയിലുള്ള അർത്ഥം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് സാൻസ് രോക്ലേന, ശ്വാസം അടക്കി പിടിച്ചിരിക്കുക, അതുപോലെ ഹർക്കത്തിന് കർണ, ചലിക്കാതിരിക്കുക, അനങ്ങാതിരിക്കുക. മൻസൂബ. മൻസൂബ. മൻസൂബ എന്ന് പറഞ്ഞാൽ സോച്ച സംച ത്വരീഖ, പ്ലാനിങ്. സോച്ച ചിന്തിച്ച്, സംച മനസ്സിലാക്കിയ, ത്വരീഖ അപ്പോൾ ചിന്തിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു വഴി, അതാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനാണ് മൻസൂബ എന്ന് പറയുന്നത്. മൻസൂബ. അപ്പോൾ കഥയിൽ നമ്മൾ ലാസ്റ്റ് ഈ പക്ഷികളുടെ മൻസൂബ കണ്ടിട്ട് ഈ വേട്ടക്കാരൻ അമ്പരന്ന് പോയി, ആശ്ചര്യപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. മൻസൂബ എന്ന് പറഞ്ഞ പ്ലാനിങ്. ഇനി 2 സോച്ചിയെ അവർ ബത്തായിയെ. ചിന്തിച്ചാലും പറഞ്ഞാലും. 2 ചിന്തിച്ചാലും പറഞ്ഞാലും. ഇനി 1 അക്കൽമന്ത് ഹൻസ് ने बेलदार पौधे को ख़त्म करने का मशूरा क्यों दिया? അക്കൽമന്ത് ഹൻസിനെ, ബുദ്ധിമാനായ ഹംസം, ബേലദാർ പൗദേക്കോ, ആ വള്ളിച്ചെടിയെ,
ഖതം കർനെ കാ നശിപ്പിക്കാനുള്ള മഷൂര സൂചന ക്യൂം ദിയ എന്തുകൊണ്ടാണ് നൽകിയത്? എന്തുകൊണ്ടാണ് ആ ബുദ്ധിമാനായ ഹംസം ആ വള്ളിച്ചെടിയെ നശിപ്പിക്കണം എന്ന് പറഞ്ഞത്? ഇനി 2. അക്കൽമന്ദ ഹംസ് കി ബാത് ന മാനനെ കാ അഞ്ചാം ക്യാ ഹുവാ? ബുദ്ധിമാനായ ഹംസം പറഞ്ഞ കാര്യം അംഗീകരിക്കാതിരുന്നതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? അഞ്ചാം എന്ന് പറഞ്ഞാൽ പരിണിത ഫലം, അവസാനം, അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ പറയാലോ. അക്കൽമന്ദ് ഹംസ് കി ബുദ്ധിമാനായ ഹംസത്തിന്റെ ബാത്ത് പറഞ്ഞ കാര്യം ന മാനനേക്കാ അംഗീകരിക്കാതിരുന്നതിൻ്റെ അഞ്ചാം പരിണിത ഫലം ക്യാ ഹുവ എന്തായി? ഇനി 3. ജാലമേ ഫൻസനെ കെ ബാദ് ഹംസോനെ ക്യാ സോച്ച? ജാൽമേ ഫൻസനെ കെ ബാദ് ഹംസോനെ ക്യാ സോച്ച? വലയിൽ കുടുങ്ങിയതിന് ശേഷം ഹംസങ്ങൾ എന്താണ് ചിന്തിച്ചത്? ജാൽമേ വലയിൽ, ഫൻസിനെ കെ ബാദ് കുടുങ്ങി അകപ്പെട്ടതിൻ്റെ ശേഷം, ഹംസോനെ ഹംസങ്ങൾ ക്യാ സോച്ച എന്ത് ചിന്തിച്ചു? ഇനി 4. ഹസോക്കോ ക്യൂ ക്യൂ പച്താന പട? ഹസോക്കോ ക്യൂ പച്താന പട? ഹംസങ്ങൾക്ക് എന്തുകൊണ്ടാണ് പശ്ചാത്തപിക്കേണ്ടി വന്നത്? പച്താന എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക, പശ്ചാത്തപിക്കുക. അപ്പോൾ ഹംസങ്ങൾക്ക് ഹംസോക്കോ ഹംസങ്ങൾക്ക് ക്യോം എന്തുകൊണ്ട് പച്താന പട പശ്ചാത്തപിക്കേണ്ടി വന്നു? ഇനി 5. अक्लमंद हंस ने जान बचाने के लिए परिंदों को क्या तरकीब बताई? ബുദ്ധിമാനായ ഹംസം ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പക്ഷികൾക്ക് എന്ത് ഉപായമാണ് പറഞ്ഞു കൊടുത്തത്? അക്കൽമന്ദ് ഹംസിനെ ബുദ്ധിമാനായ ഹംസം ജാൻ ബച്ചാനെ കെ ലിയെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പരിന്തോങ്കോ പക്ഷികൾക്ക് ക്യാ തർക്കീബ് ബത്തായി എന്ത് ഐഡിയയാണ് പറഞ്ഞു കൊടുത്തത്, എന്ത് ഉപായമാണ് പറഞ്ഞു കൊടുത്തത്? ഇനി 3. നീച്ചെ ദിയേ ഹുയേ ലഫ്സോं के മുത്തസാദ് ലിഖിയേ. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ ലിദ് എഴുതാനാണ്, വിപരീത പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ഊഞ്ച. ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരമുള്ള. മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ബലം. ജവാബ് എന്ന് പറഞ്ഞാൽ ആൻസർ, ഉത്തരം. നറം എന്ന് പറഞ്ഞാൽ മൃദുവായത്. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. രോന കരയുക. മർദ മർദ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് നമ്മൾ? പുരുഷൻ അല്ലേ, പുരുഷൻ. ഖതം അവസാനം. ബൂഡ വൃദ്ധൻ. ഇത്രയും വാക്കുകളുടെ ലിദ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഊഞ്ച എന്ന് പറയുമ്പോൾ ഉയരമുള്ള. അപ്പോൾ ഉയരമില്ലാത്ത, അതായത് ചെറിയ അല്ലെങ്കിൽ താഴെയുള്ള എന്നുള്ള അർത്ഥം. ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരമുള്ള എന്നല്ലേ. അപ്പോൾ ഉയരമില്ലാത്ത എന്നായിരിക്കും അതിൻ്റെ ലിദ് എന്ന് പറയുന്നത്. രോന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, കരയുക. അപ്പോൾ കരയുക എന്നുള്ളതിൻ്റെ ലിദ് ചിരിക്കുക. പിന്നെ മസ്ബൂത്ത് ബലമുള്ളത്. അപ്പോൾ ബലമില്ലാത്തത്, മസ്ബൂത്തിൻ്റെ ലിദ് ബലമില്ലാത്തത്, നേരിയത് എന്നൊക്കെ പറയാം. പിന്നെ മർദ എന്ന് പറഞ്ഞാൽ പുരുഷൻ. അപ്പോൾ പുരുഷൻ്റെ സ്ത്രീ. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. അപ്പോൾ അതിൻ്റെ ലിദ് സവാൽ, ചോദ്യം. ഖതം എന്ന് പറഞ്ഞാൽ അവസാനം, അതിൻ്റെ ലിദ് തുടക്കം, ആരംഭം. നറം എന്ന് പറഞ്ഞാൽ മൃദുവായത്,
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ദൃഢമായത്. പിന്നെ ബൂഢ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ. വൃദ്ധൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ബൂഢ. ജവാൻ എന്ന് കൊടുക്കാം, അത് യുവത്വം എന്ന് കൊടുക്കാം അല്ലേ, അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഷാം. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രഭാതം. അപ്പോൾ ഇതിനൊക്കെയുള്ള ഉറുദു വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 വർക്കുകൾ തരുന്നുണ്ടെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. നീച്ചെ ദീ ഹുയി ഖാലി ജഗോं को ഭരിയേ. നീച്ചെ ദീ ഹുയി, താഴെ നൽകപ്പെട്ട ഖാലി ജഗോं को, കാലിയായ ഭാഗങ്ങളെ, ഒഴിവുള്ള ഭാഗങ്ങളെ, ഭരിയെ നിറച്ചാലും. നമ്മൾ പാഠഭാഗത്തിൽ തന്നിട്ടുള്ള വരികളാണ് തന്നിട്ടുള്ളത്. ചില വാക്കുകൾ, ചില ഭാഗങ്ങളൊക്കെ അവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഈ പാഠഭാഗത്തിലുള്ളത് അനുസരിച്ച് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. 1, ഉന്മേം ഏക് ഹംസ് കാഫി ബൂഢ ഔർ ഡാഷ് ഥാ. ഇതെന്താണെന്ന് പാഠഭാഗത്തിലുണ്ട്. ഇനി 2, ക്യാ തും ഡാഷ് ബാത് ഭി ന സമझ सकते नहीं समझ सकते. ഇനി 3, शाम को जब वो लौटेंगे तो मैं उन्हें अपने डैश में फंसा लूँगा. इन्हें 4, वक्त गुजरता गया और बेल मजबूत से डैश होती गई. 5, हमें आपकी बात पर ध्यान न देने का डैश है. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ വിട്ടുപോയ ഭാഗങ്ങൾ പാഠഭാഗത്തിൽ ഉള്ളതിനനുസരിച്ച് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി 5, നീച്ചെ ദിയേ ഹുയേ ലഫ്സോं को जुमलों में इस्तेमाल कीजिए. താഴെ തന്നിരിക്കുന്ന വാക്യങ്ങളെ ജുംലകളിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാൻ. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടി വരും. 1ാമത്തെ വാക്ക് ജുണ്ട്. ജുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ജുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലേ, കൂട്ടം. ആ മരത്തിന്മേൽ ഹംസങ്ങളുടെ ഒരു കൂട്ടം താമസിച്ചിരുന്നു, ഒരു സംഘം താമസിച്ചിരുന്നു അല്ല പറഞ്ഞത്. അപ്പോൾ ഹസോം കി ജുണ്ട് എന്ന് പറഞ്ഞാൽ ഹംസങ്ങളുടെ കൂട്ടം. ജുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടം. മഹ്ഫൂസ്. മഹ്ഫൂസ് എന്ന് പറഞ്ഞാൽ സംരക്ഷിതർ, സുരക്ഷിതർ, സുരക്ഷിതർ. റഫ്ത റഫ്ത, മെല്ലെ മെല്ലെ. ഷിക്കാരി, വേട്ടക്കാരൻ. ഹൈറാൻ, ആശ്ചര്യം. അപ്പോൾ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് ഈ വാക്കുകളൊക്കെ ഒരു ജുംലയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 6, ആപ്നെ സബക് മേ ലഫ്സ് അഖൽമന്ദ് പഠാ ഹേ ജിസ്കെ മാന അഖൽ വാലാ ഹേ. ആപ്നെ നിങ്ങൾ, താങ്കൾ, അത് നമ്മോട് പറയാണ്. സബക് മേ പാഠഭാഗത്ത്, ലഫ്സ് അഖൽമന്ദ്, അഖൽമന്ദ് എന്ന ലഫ്സ്, പഠാ ഹേ പഠിച്ചിട്ടുണ്ട്. ജിസ്കെ മാന എന്തിൻ്റെ അർത്ഥമാണോ, അഖൽ വാലാ ഹേ ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവൻ എന്ന് അർത്ഥമുള്ളത്, അങ്ങനെയുള്ള അഖൽമന്ദ് എന്ന ഒരു ലഫ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അഖൽമന്ദ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ, ബുദ്ധിമാൻ എന്നല്ല നമ്മൾ പറഞ്ഞത്. യെസ്. ഇസി തൊറ, ഇപ്രകാരം നീച്ചെ ദിയേ ഹുയേ ലഫ്സോं के ആഖിർ में, അവസാനം നൽകപ്പെട്ട വാക്യങ്ങളുടെ അവസാനത്തിൽ മന്ത് ലഗാക്കർ, മന്ത് എന്ന് കൂട്ടിച്ചേർത്തിട്ട് നയ ലഫ്സ് ബനാ കീജിയെ, പുതിയ വാക്യം ഉണ്ടാക്കൂ, പുതിയ ലഫ്സ് ഉണ്ടാക്കൂ. അവർ ഉൻകെ മായന ലിഖിയെ, അതിൻ്റെ അർത്ഥം കൂടി എഴുതൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മന്ത് എന്ന് കൂടി ചേരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അഖൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, മന്ത് കൂടി ചേരുമ്പോൾ ബുദ്ധി ഉള്ളവൻ എന്നായിട്ട് മാറും. അപ്പോൾ ഈ മന്ത് എന്നുള്ള ഈ പ്രയോഗം എന്തിൻ്റെ കൂടെയാണോ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അത് ഉള്ളവൻ എന്നുള്ളതായിട്ട് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് താഴത്ത് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസാനത്തിൽ ഈ മന്ത് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ജറൂറത്ത്, 2 ഫിക്കർ, 3 ദർദ്, 4 ഖ്വാഹിഷ്, 5 ദൗലത്ത്. ജറൂറത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അല്ലേ, ആവശ്യം. ജറൂറത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം. അപ്പോൾ ആവശ്യക്കാരൻ എന്നാക്കണമെങ്കിൽ അതിനുശേഷം ഒരു മന്ത് കൂട്ടിച്ചേർക്കണം. ജറൂറത്ത് മന്ത് എന്ന് പറഞ്ഞാൽ ചിന്ത,
അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ ചിന്തയുള്ളവൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഫിക്ർ മന്ത്, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓ ഫിക്ർ മന്ത് ഹേ എന്നാണ് പറയാം. ചിന്തിക്കുന്നവൻ. ഓക്കെ, ഫിക്ർ മന്ത്. പിന്നെ ദർദ്. ദർദ് എന്ന് പറഞ്ഞാൽ വേദന. അപ്പോൾ വേദനയുള്ളവൻ അല്ലെങ്കിൽ വേദനിക്കുന്നവൻ എന്നുള്ളതിനൊക്കെ ദർദ് മന്ത്. ദർദ് മന്ത്, വേദനിക്കുന്ന. ഖ്വാഹിഷ്. ഖ്വാഹിഷ് ആഗ്രഹം. അപ്പോൾ ആഗ്രഹിക്കുന്ന, ആഗ്രഹമുള്ള എന്ന് പറയണമെങ്കിൽ ഖ്വാഹിഷ് മന്ത്. ദൗലത്ത് സമ്പാദ്യം, സമ്പത്ത്. അപ്പോൾ സമ്പത്തുള്ള എന്ന് പറയണമെങ്കിൽ സമ്പത്തുള്ളവൻ അല്ലെങ്കിൽ സമ്പത്തുള്ളവനായ എന്നൊക്കെ പറയണമെങ്കിൽ ദൗലത്ത് മന്ത്. ദൗലത്ത് മന്ത്. ഇനി 7 അമലി കാം. പഞ്ചതന്ത്ര കി ഔർ കഹാനിയാം തലാഷ് കർക്കെ പഠിയേ. അത് നിങ്ങൾക്കുള്ള പണിയാണ്. അതായത് പഞ്ചതന്ത്രത്തിലെ കൂടുതൽ കഥകൾ, ഔർ കഹാനിയാം മറ്റു കഥകൾ, തലാഷ് കർക്കെ പഠിയേ അന്വേഷിച്ച് കണ്ടെത്തി വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുരാതന കാലത്തുണ്ടായിരുന്ന വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അയാളുടെ രചനകളാണ് ഇങ്ങനെ പഞ്ചതന്ത്ര കഹാനി, പഞ്ചതന്ത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രീബുദ്ധൻ ഒക്കെ ഉള്ള കാലമായിരുന്നു. ഇപ്പോൾ ശ്രീബുദ്ധനും ഇവരൊക്കെ ജീവിച്ച കാലമായതുകൊണ്ട് ഒരു ബുദ്ധിസ്റ്റ് സ്വഭാവത്തിലുള്ള, എന്നാൽ എന്ത് ചെയ്യുക, ഫുള്ള് ഒരു മോറൽ ടച്ചുള്ള കഥകൾ. മോറൽ എന്ന് പറഞ്ഞാൽ ധാർമ്മികത പഠിപ്പിക്കുന്ന, വളരെ വെറുതെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു പോകുക എന്നുള്ളതിലുപരി അതിലൊക്കെയുള്ള എന്തോ ഒരു ബുദ്ധിപരമായിട്ടുള്ള, ബൗദ്ധികവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ മറഞ്ഞു കിടക്കുന്ന കഥകളായിരിക്കും. കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പക്ഷികളോ അല്ലെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളോ മനുഷ്യരോ ഒക്കെ ആയിരിക്കും. സംസാരിക്കുന്ന മൃഗങ്ങളൊക്കെ പഞ്ചതന്ത്രങ്ങളിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഈ അമലി കാമിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പഞ്ചതന്ത്ര കഥ ഒന്നല്ല, ബാക്കി നിങ്ങൾക്ക് കിട്ടുന്ന പഞ്ചതന്ത്ര കഥകളൊക്കെ കണ്ടെത്തിയിട്ട് വായിച്ചു നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തംറീനാത്തുകളിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ ഈ രണ്ടാമത്തെ സോച്ചിയെ ഔർ ബത്തായിയെ എന്ന് പറയുന്ന ഭാഗത്തുള്ള 5 ചോദ്യങ്ങൾ, അപ്പോൾ ആ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം. അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ ചോദ്യം, നീച്ചെ ദിയേ ഹുയെ ലഫ്സോം കെ മുതസാദ് ലിഗിയെ, അപ്പോൾ അവിടെ ലിദ്ദുകൾ എഴുതാണ്ടല്ലോ, അപ്പോൾ അതുകൂടി നിങ്ങൾ എഴുതണം. പിന്നെ 5ാമത്തെ ചോദ്യം, നീച്ചെ ദിയേ ഹുയെ ലഫ്സോം കോ ജുംലോ മേ ഇസ്തേമാൽ കീജിയെ, അതുകൂടി എഴുതുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം കേട്ടോ. അപ്പോൾ 1 എഴുതണം എന്നില്ല, 2 എഴുതണം, പിന്നെ 3 എഴുതണം, 4 എഴുതണ്ട, 5 എഴുതണം. അപ്പോൾ 3 മെയിൻ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാം. ഇനി അടുത്ത പാഠത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഹമാര കൗമി ഖേൽ. ഹമാര കൗമി ഖേൽ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഹമാര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ, അല്ലേ? നമ്മുടെ കൗമി ദേശീയ, ഖേൽ വിനോദം. നമ്മുടെ ദേശീയ വിനോദം എന്താണ്? നമ്മുടെ ദേശീയ വിനോദം എന്താണ്? ഹോക്കി. ഹോക്കി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി. അപ്പോൾ ഹോക്കിയെക്കുറിച്ചാണ് നമ്മുടെ പാഠഭാഗമുള്ളത്. ഹോക്കി ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹോക്കി കളിക്കുന്ന 3 പ്ലെയേഴ്സും
ഒരു ഗോൾ കീപ്പറൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും നമുക്ക് പാഠഭാഗം തുടങ്ങാം. ഹോക്കിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. हॉकी हिंदुस्तान का कौमी खेल है. ये खेल बहुत मुल्कों में निहायत मकबूल है. इस खेल की शुरुआत कब और कहाँ हुई, इस बारे में कुछ भी यकीन से नहीं कहा जा सकता. तारीखी शहादतों से मालूम होता है कि पुराने ज़माने में कई मुल्कों में हॉकी जैसा एक खेल राइज था. ख्याल किया जाता है कि इस खेल की इब्तिदा तकरीबन 2000 साल कबल मसीह एशिया में हुई. लेकिन ये इशारा भी मिलते हैं कि अरब, रोम और एथियोपिया वगैरह में भी इसे मिलता जुलता खेल राइज था. എന്താ പറഞ്ഞത്? ഹോക്കി ഹിന്ദുസ്ഥാൻ കാ ഖൗമി ഖേൽ ഹേ. ഹോക്കി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ്, ദേശീയ കളിയാണ്, ദേശീയ വിനോദമാണ് ഹോക്കി എന്ന് പറയുന്നത്. യേ ഖേൽ ബഹുത് സെ മുൽക്കോ മേ നിഹായത്ത് മഖ്ബൂൽ ഹേ. ഈ കളി ഒരുപാട് രാജ്യങ്ങളിൽ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്, വളരെയധികം ജനങ്ങൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്ത ഒരു കളിയാണ്. യേ ഖേൽ, ഈ കളി ബഹുത് സെ മുൽക്കോമൻ, ധാരാളം രാജ്യങ്ങളിൽ, നിഹായത്ത് അങ്ങേയറ്റം, മഖ്ബൂൽ ഹേ ഇഷ്ടപ്പെട്ടതാണ്. ഇസ് ഖേൽ കി ശുരുആത്ത്, ഈ കളിയുടെ ആരംഭം, ഈ കളിയെക്കുറിച്ചുള്ള പറയുമ്പോൾ ഈ കളിയുടെ ആരംഭം, തുടക്കം, കബ് എപ്പോഴാണ്, ഔർ കഹാം എവിടെയാണ്, ഹുയി എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു ഇതിൻ്റെ ആരംഭമെന്ന്, ഇസ് ബാരമേം ഇതിനെക്കുറിച്ച് കുച്ച് ബി യക്കീൻ സേ നഹി കഹാ ജാത്ത, ഒന്നും ഉറപ്പിച്ചിട്ട് പറയാൻ സാധിക്കുകയില്ല. എപ്പോൾ തുടങ്ങിയെന്നറിയില്ല, എന്ന് തുടങ്ങിയെന്നറിയില്ല, എവിടെ തുടങ്ങിയെന്നറിയില്ല ഈ കളി അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇസേ ബാരമേം ഇതിനെക്കുറിച്ച്, കുച്ച് ബി ഒന്നും തന്നെ, യക്കീൻ സെ ഉറപ്പോടുകൂടെ, നഹി കഹാ ജാ സക്ത പറയാൻ സാധിക്കുകയില്ല. താരിഖി ഷഹാദത്തോം സെ ചരിത്രരേഖകളിൽ നിന്നും, ചരിത്രരേഖകളിൽ നിന്നും, മാലൂം ഹോത്താ ഹെ മനസ്സിലാക്കപ്പെടുന്നു, കെ എന്തെന്നാൽ, പുരാനെ സമാനെ മേം പണ്ട് കാലത്ത്, കൈ മുൽക്കോമെ ധാരാളം രാജ്യങ്ങളിൽ, ഹോക്കി ജേസ ഹോക്കിയെപ്പോലെയുള്ള ഏക് ഖേൽ ഒരു കളി റായിജ് ഥ നിലനിന്നിരുന്നു. അപ്പോൾ ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത് പണ്ട് കാലത്ത് ഹോക്കിയെപ്പോലെയുള്ള ഒരു കളി വിവിധങ്ങളായ ഒരുപാട് രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു. ഖയാൽ കിയാ ജാത്ത ഹെ ഇങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു, എങ്ങനെ എന്നാൽ, ഇസ് ഖേൽ കി ഇബ്തിദാ ഈ കളിയുടെ ആരംഭം, തക്രീബൻ ഏകദേശം 2000 സാൽ 2000 വർഷങ്ങൾക്ക് കബലെ മസീഹ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ്, അതായത് നമ്മൾ BC എന്ന് പറയില്ലേ, BC ബിഫോർ ക്രൈസ്റ്റ്, അതിനാണ് കബലെ മസീഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ BC കാലഘട്ടത്തിൽ ഏഷ്യാമേം ഹുയി, ഇത് ഏഷ്യയിലാണ് ആരംഭിച്ചത് എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് നമ്മൾ കരുതപ്പെടുന്നത്. ഖയാൽ കിയാ ജാത്ത എന്ന് പറഞ്ഞാൽ കരുതപ്പെടുന്നത്. ലേക്കിൻ എന്നാൽ, യേ ഇഷാരെ ഭി മിൽത്തേ ഹേ ഇങ്ങനെയുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തെന്നാൽ, അറബ്, റോം और എത്യോപ്യ വഗൈറ में भी इससे मिलता जुलता खेल राइज था. എന്നാൽ ഇങ്ങനെയുള്ള കുറേ സൂചനകളും കിട്ടുന്നുണ്ട്. എങ്ങനെ? അറേബ്യ, റോമ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള ഒരു കളി നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടുള്ള ഒരു വിവരവുമുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ലേക്കിൻ എന്നാൽ, ഏ ഇഷാരേഭി ഈ സൂചനയും മിൽത്തേഹെ ലഭിക്കുന്നുണ്ട്. എന്തെന്നാൽ, അറബ് അറേബ്യ, റോമ और എത്യോപ്യ വഗൈറ തുടങ്ങിയ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ രാജ്യങ്ങളിൽ, തുടങ്ങിയ രാജ്യങ്ങളിലും
ഇസ്സേ മിൽത്ത ജുൽത്ത ഇതുമായി സാമ്യമുള്ള ഖേൽ റായിജ് ഥ കളി നിലവിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഇഷാറകളും സൂചനകളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് പിന്നെ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.